ശരി, വീണ്ടും നമുക്ക് ആ ഒരു കണ്ണീർ ഭൂമിയിലേക്ക്, ഹൃദയഭൂമിയിലേക്ക് ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ 9 മണിയോടെ സർവ്വമത പ്രാർത്ഥനയടക്കമുള്ള ചടങ്ങുകൾ നടക്കും. ഇപ്പോൾ BJP നേതാക്കൾ പുത്തുമലയിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. വിവരങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, ആ കണ്ണീർ ഭൂമിയിൽ BJP നേതാക്കൾ പുഷ്പാർച്ചന നടത്തുകയാണ്, പ്രണാമം അർപ്പിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയിൽ നേതൃത്വത്തിലാണ് BJP നേതാക്കൾ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുന്നത്. ഏതായാലും ഏറെ വൈകാരികമായി, രാവിലെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ്. അതോടൊപ്പം തന്നെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ ഒരു മണ്ണിലേക്ക് പുഷ്പാർച്ചന നടത്താനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും ഒരു ഏറെ വൈകാരികമായ ഒരു നിമിഷം, അത് ഒരിക്കലും വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കാനാകില്ല. തീർച്ചയായിട്ടും ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മളുടെ ദുരന്തഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, വൈകാരികമായിട്ടുള്ളൊരു സമയവും ഒക്കെയാണിത്. ഉറ്റവരൊക്കെ വേർപെട്ടു പോയിട്ടുള്ള ദിവസം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി ആകെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പുഷ്പം അർപ്പിക്കുക, അവർക്ക് വേണ്ടി ഒരു ആദരാഞ്ജലി അർപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാ കാലവും എപ്പോഴും ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവരുടെയും കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ചയാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണ് ഈ ചുറ്റും നിൽക്കുന്നവർ മുഴുവൻ. മക്കൾ പോയവരും ഭർത്താവ് പോയവരും ഒക്കെ അങ്ങനെയുള്ള ആളുകളാണ് ഇതെല്ലാവരും. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക നമ്മളുടെ നാടിനുണ്ടായിട്ടുള്ള ഒരു തീരാ ദുഃഖം തന്നെയാണ്. ഹൃദയഭേദകമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്, വേദനയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും ഇവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് അതൊരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കടമ കൂടിയല്ലേ? തീർച്ചയായിട്ടും ഇവരെ ചേർത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ വേറെ ആരെയാണ് ചേർത്ത് നിർത്തുക? ഉടുതുണി പോലും ഇല്ലാതെ ഒരു രാത്രി എല്ലാം നഷ്ടപ്പെട്ട് ഉടുക്കാൻ തുണിയില്ലാതെ പോയിട്ടുള്ള ആളുകളാണ്. മരണപ്പെട്ടു പോയവർ ഭൂമിക്കടിയിലായിപ്പോയി. പക്ഷെ ജീവിച്ചിരിക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മളുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലൊരു സംശയവുമില്ല. അത് കൂടെ ചേർത്ത് പിടിക്കണം. 2 വർഷമായി ചേർത്ത് പിടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ദുരന്തഭൂമിയിൽ നിന്ന് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ചേർത്ത് പിടിക്കേണ്ടതാണ്. ഇനിയും വൈകരുത് എന്നുള്ളത് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഇപ്പോൾ ഒരു ആളുകളുടെ ഒരു വിഷമം, അത് എങ്ങനെ അവർ മുന്നോട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ സർവ്വതും നഷ്ടപ്പെട്ട ഒരു ജനതയാണ്. അടിയന്തരമായി എല്ലാ ഇടങ്ങളിൽ നിന്നും കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല കൃത്യമായ ഒരു ഇടപെടൽ അത് ആവശ്യമാണ്. ഒരു സംശയവുമില്ല. നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് സർക്കാരുകൾ തന്നെയാണ്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാതെ ഇവരെ കൈപിടിച്ച് കൊണ്ടുപോകേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. സർക്കാരിൻ്റെ ബാധ്യതയ്ക്കപ്പുറത്ത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. സമൂഹം ചെയ്യേണ്ടതെല്ലാം സമൂഹം വളരെ കൃത്യമായി തന്നെ, ദുരന്തം നടന്നതിന് ശേഷം വളരെ കൃത്യമായി തന്നെ സമൂഹം ചെയ്തിട്ടുണ്ട്. സർക്കാരുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരിശോധിക്കേണ്ടതാണ് എന്ന് തന്നെ പറയാനുള്ളൂ. പക്ഷേ അത് തന്നെയാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പുഷ്പാർച്ചന നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഈ ആളുകളൊക്കെ തന്നെ ഈ പുത്തുമലയിലെ ഹൃദയഭൂമിയിലേക്ക് എത്തി ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചടങ്ങുകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ഹൃദയഭേദകമായി കണ്ടു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് 2 വർഷത്തിനപ്പുറം ഉണ്ടായ ആ മഹാദുരന്തം എത്രത്തോളം വലിയ ആഘാതമാണ് ഈ നാടിന് ഉണ്ടാക്കിയതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്ര വലിയ ഭീകരമായൊരു നഷ്ടം, സർവ്വമേഖലയെയും തകർത്തുകൊണ്ടുള്ള ഒരു നിരവധി ജീവനുകൾ ആ മണ്ണിനടിയിലേക്കാകുന്നു. നിരവധി കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്നു, ആരുമില്ലാത്തവരാക്കുന്നു. ആയുസ് മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടമായി പോകുന്നു. അങ്ങനെ സർവ്വമേഖലയെയും സർവ്വതും നശിപ്പിച്ച ഒരു സംഹാര താണ്ഡവം തന്നെയായിരുന്നു 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ജൂലൈ 30 ഈ ഒരു പുത്തുമലയിൽ മുണ്ടക്കയിൽ ഈ പ്രകൃതി ഉണ്ടാക്കിയത്. അതുതന്നെയാണ് ദുരന്തം പോറലേൽപ്പിച്ച ഭൂമി, ആഴത്തിൽ മുറിവേൽപ്പിച്ച ആ ഒരു ഭൂമി. ആ ഭൂമിയിലേക്ക് എത്തിയപ്പോൾ സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്. BJP നേതാക്കൾ പുഷ്പാർച്ചന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.